നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. നിങ്ങളെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. മനുഷ്യരുടെ ഉള്ളിലുണ്ടാവുന്ന അസൂയ പലപ്പോഴും അവരുടെ മനുഷ്യത്വം തന്നെ ഇല്ലാതാക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കാറുണ്ട്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും മനുഷ്യനെന്ന് പറയാൻ പോലും നാണമായേക്കും. നമ്മുടെ സമൂഹം ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് ഞങ്ങൾ സമൂഹത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിന്റെ സാങ്കല്പിക ദൃശ്യാവിഷ്കരണത്തിലൂടെ സമൂഹത്തിൽ നിറഞ്ഞിരിക്കുന്ന വെറുപ്പിനെ മനസ്സിലാക്കി തരാം. മനുഷ്യനാകെ പേടിച്ചുപോയി. ഇതെന്തായി കാണിക്കുന്ന വിട്ടേ? ഇതിന്റെ സ്നേഹമാ. ഇതിനെനിക്ക് നിന്റെ പെർമിഷന്റെ ആവശ്യമില്ല. എന്ത് നല്ല മണം. പിങ്കുവിനെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആക്കിയോ? ആക്കിയിട്ട് വരുന്ന വഴിയാ. നിനക്കറിയാലോ, സ്കൂളിൽ ഒരു 3-4 ദിവസം അവധി കിട്ടി കഴിഞ്ഞാൽ അപ്പൊ വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോണം, മുത്തശ്ശിയുടെ വീട്ടിൽ പോണം എന്നും പറഞ്ഞോണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. റോണക്, റോണക്, വാ മോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. റോണക്ക് ഇവിടെ ഇല്ല. അവനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എവിടെ പോയിരിക്കുക? ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. പോയിട്ടിപ്പൊ കൊറേ നേരമായി. സമയം 9:30 കഴിഞ്ഞു. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. നീ പേടിക്കാതിരിക്കേ. ഏതായാലും ഫ്രണ്ട്സിനെ കാണാൻ പോയതായിരിക്കും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ദേവുമോനെ, ഇത് റോണക്കിന്റെ അച്ഛനാ സംസാരിക്കുന്നത്. റോണക്ക് അവിടെ ഉണ്ടോ? എന്തെങ്കിലും അറിഞ്ഞോ? ഇങ്ങനെയൊന്നും അവൻ ഒരിക്കലും ചെയ്യാറില്ല. ഇല്ല, അവൻ അവന്റെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിലും പോയിട്ടില്ല. നീ വിഷമിക്കണ്ട, അവൻ വന്നോളും. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അവനിനി എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി പെട്ടു കാണോ? പ്ലീസ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പ്ലീസ്, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പ്ലീസ്, എന്തെങ്കിലും ചെയ്യ്. പ്ലീസ്, പ്ലീസ്, എന്തെങ്കിലും ചെയ്യ്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പലപ്പോഴും കുട്ടികൾ ചില സമയം കഴിഞ്ഞ് പുറത്തു പോയിട്ട് അവരെക്കുറിച്ച് വിവരം കിട്ടിയില്ലെങ്കിൽ ഫാമിലിയിലുള്ളവർ ടെൻഷൻ അടിക്കാൻ അത് മതി. റോണക്ക് എവിടെ പോയതായിരിക്കും? ഒരിക്കലും രാത്രി ഇത്ര വൈകുവോളം വീടിന് പുറത്തു പോയിട്ടില്ല. സാർ, ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് തരാൻ വന്നതാ. വരൂ. ഇനി പറയും, ആരെയാ കാണാതായത്? എന്റെ മുൻ റോണക് ഇന്ന് വൈകിട്ട് പുറത്തേക്ക് പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളുടെ മോനിപ്പോ എത്ര വയസ്സുണ്ട്? അവന് 17 വയസ്സായിട്ടുള്ളൂ. വന്നോളൂന്നേ. ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതായിരിക്കും. ഇനിയിപ്പോ എന്തായാലും നമുക്ക് 48 മണിക്കൂറിനകത്ത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ സാറേ, ഇന്നുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും ലേറ്റ് ആവുകയാണെങ്കിലും അവൻ ഫോൺ വിളിച്ച് പറയുമായിരുന്നു. പക്ഷെ ഇന്ന് റോണക്കിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാർ, പ്ലീസ്, സാറൊന്ന് അന്വേഷിക്കണം. ശരി ശരി. നിങ്ങളുടെ അടുത്ത് റോണക്കിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ.
ഈ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചേക്ക്. നിങ്ങൾ വിഷമിക്കാതിരിക്കെ, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ശരി സാർ, വളരെ നന്ദിയുണ്ട്. ഇതപ്പോ ശരി സാർ. റോണക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് അടുത്തുള്ള സ്റ്റേഷനുകളിലും ചെക്ക് പോസ്റ്റുകളിലും അലേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റോണക് സത്യത്തിൽ എവിടെയായിരുന്നു? റോണക് പെട്ടെന്ന് ഇങ്ങനെ എവിടെയോ ട്രാപ്പിലായത് ഏതെങ്കിലും ക്രൈമിലേക്കുള്ള സൂചനയാണോ? ആ കിഡ്നാപ്പർ എഴുതിയ ഒരു കത്ത് റോണക്കിന്റെ വീട്ടുകാർക്ക് കിട്ടിയതാണ് ഈ കേസിൽ ശരിക്കും ഒരു വഴിത്തിരിവായത്. മിസ്റ്റർ രമേശ്, എന്തുപറ്റി? എന്തിനാ ഫോൺ ചെയ്ത്? നിങ്ങളുടെ മകൻ റോണക് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവന് ജീവനോടെ കാണണമെങ്കിൽ 20 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചു. എന്നിട്ട് അടുത്ത കത്തിന് കാത്തിരിക്കും. ഈ കാര്യം പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ചാൽ പടച്ചോനാണ് നിങ്ങളുടെ മോന്റെ ശവമായിരിക്കും നിങ്ങൾ കാണുക. ഇൻസ്പെക്ടർ സർ, എനിക്കൊക്കെ പേടിയാവുന്നു. എന്റെ മോൻ ഏത് അവസ്ഥയിലായിരിക്കും, എവിടെയായിരിക്കും? മാഡം, നിങ്ങൾ പേടിക്കാതിരിക്കേ. ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്ലീസ്, നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. നിങ്ങളോട് ആർക്കെങ്കിലും ശത്രുതയോ ദേഷ്യമോ അങ്ങനെ ഇതിലുണ്ടോ? സാർ, ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണ്. വളരെ ചെറിയ കുടുംബമാണ്. എന്റെ ഭാര്യ രോഷ്നിയും പിന്നെ എന്റെ 2 മക്കളും. മൂത്തവൻ റോണക്, ഇളയവൻ പിങ്കു. സന്തോഷമുള്ളൊരു ചെറിയ കുടുംബം. ഞങ്ങളോട് ആർക്കും എന്ത് ശത്രുത ഉണ്ടാവാനാ? അതിന് ചാൻസ് ഇല്ല സാറേ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? റോണക്കിന്റെ കിഡ്നാപ്പിംഗ് നടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും അസാധാരണമായിട്ട് സംഭവിച്ചിരുന്നോ? ഞങ്ങൾക്ക് തെളിവ് കിട്ടുന്ന എന്തെങ്കിലും? ഇല്ല സർ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, റോണക്കിന്റെ റൂം ഏതാ? ദാ സ്റ്റെയർ കേസിനടുത്തുള്ള ആദ്യത്തെ മുറി. ഞങ്ങൾക്ക് റോണക്കിന്റെ മുറി ഒന്ന് പരിശോധിക്കണം. ചിലപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടും. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റിയേക്കും. മിസ്റ്റർ രമേശ്, ഈ ലെറ്റർ കണ്ടിട്ട് ഇത് എഴുതിയിരിക്കുന്ന ഒരു മുസ്ലിം ആണെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ടോ? ഇല്ല സാർ, അങ്ങനെ ആരുമില്ല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സ്ഥിരമായിട്ട് വരുന്നുണ്ടോ? അത് ഞങ്ങളല്ലാതെ ഞങ്ങളുടെ ഇവിടുത്തെ വേലക്കാരിയും പിന്നെ മധു, അവര് ഞങ്ങളുടെ കുട്ടികളുടെ ട്യൂഷൻ ടീച്ചറാ. ഒരു കാര്യം ചെയ്യും സാർ, ഒരു കോൺസ്റ്റബിളിനെയും കൂട്ടിക്കൊണ്ടുപോയി ആ മെയ്ഡിനെ ഒന്ന് ചോദ്യം ചെയ്യും. പിന്നെ ആ മധുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. സാർ. വരൂ സാർ, ഇതാണ് മധു, റോണക്കിന്റെ ട്യൂഷൻ ടീച്ചറാ. ഇരിക്കും. സാർ, ഞാൻ റോണക്കിന് ട്യൂഷൻ പഠിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ഞാൻ അവന്റെ അനിയൻ പിങ്കുവിനെ പഠിപ്പിക്കുന്നത്. അതിനെന്തെങ്കിലും കാരണം? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവൻ ഹയർ ക്ലാസ്സസിലേക്ക് പോയി. ഞാൻ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാറുള്ളൂ. റോണക്ക് കിഡ്നാപ്പായ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളെ വിളിപ്പിച്ചേ. ഞാൻ അറിഞ്ഞു. റോണക്ക് ഇപ്പൊ ഏതവസ്ഥയിലാണെന്ന് ആലോചിച്ച് എനിക്ക് നല്ല ടെൻഷനുണ്ട്. മധു മാഡം, റോണക്ക് നിങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? റോണക്കിനെ കിഡ്നാപ്പ് ചെയ്തതിന്റെ പുറകില് ആരായിരിക്കുമെന്ന്? നിങ്ങൾ ആ വീട്ടിൽ സ്ഥിരമായിട്ട് പോയിരുന്നല്ലേ? സാർ, ഞാൻ പോകുന്നുള്ളത് ശരിയാ. ആഴ്ചയിൽ ഒരു 5 ദിവസം അവന്റെ അനിയനെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അതിനു മുമ്പ് അവനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു വർഷമായിട്ട് അങ്ങനെ ഡെയിലി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ സാർ, റോണക്ക് എന്നോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അവനൊരു നല്ല കുട്ടിയാണ് സാർ. ആരുടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവില്ല, വഴക്കുണ്ടാക്കാൻ പോവില്ല. അല്ല, റോണക്കിന്റെ മുസ്ലിം ഫ്രണ്ട്സോ പരിചയമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ഞങ്ങളോട് തുറന്നു പറയണം. റോണക്കിന്റെ ലൈഫിന്റെ കാര്യമായത്. സാർ, രമേഷ് സാറിന്റെ രോഷ്നി ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അയാൾ മുസ്ലിമാണ്. മുൻപൊക്കെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. മുൻപൊക്കെ എന്ന് വെച്ചാ? സാർ, മുൻപൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ അവര് തമ്മിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. രമേഷ് സാറിന് അയാൾ വീട്ടിലേക്ക് വരുന്നതും റോഷ്നി ചേച്ചിയുടെ മിണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു. അയാളുടെ പേരെന്താണെന്നറിയാമോ? സാർ, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വേറൊരു കാര്യം,
ആ വീട്ടിലെ വേലക്കാരിയില്ലേ, അവര് മുസ്ലിമാ. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ശരി സാർ, താങ്ക് യു. ആ മെയ്ഡിന്റെ വിവരം വല്ലതും കിട്ടിയോ? ഇതുവരെ ഇല്ല സാർ. ഇപ്പൊ ഈ ടീച്ചർ പറഞ്ഞ ആ ഫ്രണ്ടിനെ പറ്റി ഒന്ന് അന്വേഷിക്കും. സാർ, റോണക്കിന്റെ കിഡ്നാപ്പിംഗ് കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയായിരുന്നു. പോലീസിന് ഇപ്പോഴും കാര്യമായ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. പല സ്ഥലത്തു നിന്നും കിട്ടിയ വിവരങ്ങൾ പല ആളുകളുടെ നേർക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. ഏത് ആംഗിളിലൂടെ നോക്കിയാലും റോണക്കിനെ സേഫായി തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. സാർ, ഈ CCTV ഫുട്ടേജ് നോക്കിയേ. റോണത്ത് ആനന്ദ് നഗറിലെ പാർക്കിന് മുന്നിൽ കൂടെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയില് ക്യാമറാസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടാ പോയെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ വേലക്കാരിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അവരുടെ വീട് പൂട്ടിയിരിക്കുക സാർ. എവിടെയാണെന്ന് അറിയില്ല. വേറൊരു കാര്യമുണ്ട്, റോണക്കിന്റെ കിഡ്നാപ്പിങ്ങിന് മുന്നേ തന്നെ അവരവിടുന്ന് വീട് പൂട്ടി പോയിരുന്നു സാർ. ചിലപ്പോ കിഡ്നാപ്പിംഗിന്റെ പ്ലാനിങ്ങിന് വേണ്ടി ലീവ് എടുത്തതായിരിക്കാം. ശരിയാണ് സാർ. ഈ റോണക്കിന്റെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്തു? ആ സാർ, ആനന്ദ് നഗറിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഫോൺ ഓഫായി പോയി. ഒരു കാര്യം ചെയ്യും, ആനന്ദ് നഗറിൽ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വഴികളിലെയും CCTV ഫുട്ടേജ് കളക്ട് ചെയ്യും. ഞാൻ ആ ടീച്ചർ പറഞ്ഞ കോമൺ ഫ്രണ്ടിനെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ സാർ. റോഷ്നയും രമേശും ഒളിച്ചുവെക്കാൻ ശ്രമിച്ചിരുന്നത് എന്ത് കാര്യമായിരുന്നു? സ്വന്തം മകന്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടിട്ട് പോലും അവരവരുടെ ആ ഫ്രണ്ടിനെ പറ്റി പോലീസിനോട് ഒന്നും തന്നെ പറയാൻ തയ്യാറായിരുന്നില്ല. ആ വീട്ടിലെ വേലക്കാരി എങ്ങോട്ടാണ് പോയത്? സംഭവങ്ങൾക്കെല്ലാം പരസ്പരം എന്തെങ്കിലും ബന്ധമുണ്ടോ? ദൈവമേ, എന്റെ റോണക് മോൻ ഇപ്പൊ എവിടെയാണോ എന്തോ. നമുക്ക് ആ പൈസ കൊടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവന്നൂടെ? എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ആ കത്തിന് ശേഷം ആ കിഡ്നാപ്പർ ഒരു കത്തും അയച്ചിട്ടില്ല, പിന്നെ ഒരു ഫോൺ ചെയ്തിട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്റെ മോനെ തിരിച്ചു കൊണ്ടുപോവാ. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. മിസ്റ്റർ രമേഷ്. ആ വരൂ ഇൻസ്പെക്ടർ സാർ, പറയൂ. എന്റെ മോൻ റോണക്കിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശരി സാർ. നിങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. അയാൾ ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്നും. അതാരാ സാർ? അത് നിങ്ങളല്ലേ പറയേണ്ടത്. അയാൾ ഈ വീട്ടിൽ വരുന്നതും നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുന്നതും അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതും. അയ്യോ, അങ്ങനെ ആരുമില്ല സാറേ. ഇതൊക്കെ സാറിനോട് ആരാ പറഞ്ഞ? മധു മാം. ഇതെന്താ മധു ടീച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നുണ പറയുന്നത് അവരാണോ അതോ നിങ്ങളാണോ? സാറേ, ഞങ്ങളുടെ കുഞ്ഞിപ്പ് എവിടെയാണെന്ന് പോലും അറിയില്ല. എന്നിട്ട് സാറിന് ഇപ്പൊ ഞങ്ങളെയാണ് സംശയം. ഇതൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. കുറ്റവാളികൾ മുഖത്ത് എഴുതി ഒട്ടിച്ചോണ്ട് നടക്കല്ലേ തങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ ആണോ? സാറേ, ഞങ്ങൾ പറഞ്ഞത് സത്യമാ. മധു മേഡം സാറിനോട് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഇല്ല സാറേ. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സാർ, ഇത് കണ്ടോ സാർ? ആനന്ദ് നഗർ കഴിഞ്ഞുള്ള ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ബൈക്കിൽ വന്ന ഒരാൾ റോണക്കിനോട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചാ പോയത്. ഒരു കാര്യം ചെയ്യും, ആ ബൈക്കിൽ വന്ന ആൾ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. ചിലപ്പോ പാരന്റ്സിന്റെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി ഫ്രണ്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും. സാർ, ഈ പറഞ്ഞവരൊന്നുമല്ല. ആ വണ്ടി മധുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നേ. ഓ, അപ്പൊ അങ്ങനെയാണ്. അവര് പറഞ്ഞ കഥയെല്ലാം വെറുതെയാ. ഈ കളിയെല്ലാം കളിച്ചിരിക്കുന്നത് മധുവാ. അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. സാർ, ഞാൻ നേരത്തെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് മധുവിന്റെ ബോയ് ഫ്രണ്ട് ശിവ അയാൾ ആ വണ്ടി കൊണ്ടുപോയെന്നാ. ആ സമയത്ത് കിഡ്നാപ്പിംഗ് നടന്നത്. എന്നാ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കേ, എന്നിട്ട് അവനെ പൊക്ക്. സാർ, റോണ കിഡ്നാപ്പിംഗ് കേസിൽ പെട്ടെന്നൊരു വഴിത്തിരിവുണ്ടായി.
പക്ഷെ ഒരു ടീച്ചറായ മധു എന്ന സ്ത്രീ പോലീസിനെ വഴിതെറ്റിക്കാൻ നോക്കിയത് എന്തിനായിരുന്നു? റോണക് ഇപ്പോൾ എവിടെയാണ്? ഈ കിഡ്നാപ്പിന്റെ പിന്നിലെ രഹസ്യം എന്തായിരുന്നു? ഈ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം അറിയാൻ വേണ്ടി പോലീസ് മധുവിന്റെ ബോയ്ഫ്രണ്ട് ശിവത്തിന്റെ പിന്നാലെ കൂടി. അധികം വൈകാതെ അയാൾ പോലീസിന്റെ പിടിയിൽപ്പെടുകയും ചെയ്തു. ഞാനെന്നെ കൊന്നു കളഞ്ഞു. എന്ത് ഒന്നു? ആ, ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ദിവസം തന്നെ അവനെ ഞാനങ്ങ് കൊന്നു കളഞ്ഞു സാർ. നീ പണത്തിന് വേണ്ടിയല്ലേ അവനെ കിഡ്നാപ്പ് ചെയ്ത്? പിന്നെന്തിനാ കൊന്നേ? ഞാൻ അവനെ കിഡ്നാപ്പ് ചെയ്തത് പൈസയ്ക്ക് വേണ്ടിയാണെന്ന് ആരാ പറഞ്ഞത് സാറിനോട്? എനിക്കവനെ വെറുപ്പായിരുന്നു. എപ്പോ നോക്കിയാലും അവൻ മധുവിന്റെ പിന്നാലെ തന്നെയാണ് നടന്നിരുന്നത്. അവളോട് പറ്റിച്ചേർന്ന് വെക്കും. എത്ര നാളായി റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്? കല്യാണത്തിന് പ്ലാൻ ഉണ്ടോ ഇല്ലയോ? കല്യാണം കഴിക്കാനാണെങ്കിൽ കയ്യിൽ പൈസ വേട്ടെ. നമ്മുടെ കയ്യിലാണെങ്കിൽ 5 രൂപ പൈസ ഇല്ല. ആദ്യം പൈസ ഉണ്ടാക്കട്ടെ, എന്നിട്ട് കല്യാണം കഴിക്കാം. അല്ല ഹലോ പക്ഷേ. മാം, ഹായ് റോണക്. എന്തൊക്കെയുണ്ട് ആ വിശേഷം? സുഖമാണ്. മാഡം എന്നെ ഇന്റഗ്രൽ ഡിവിഷന്റെ ഫോർമുല പഠിപ്പിച്ചിട്ടില്ലായിരുന്നോ? കോളേജിൽ എനിക്ക് മാത്രമേ അത് അറിയായിരുന്നുള്ളൂ, മറ്റാർക്കും അറിയില്ല. അത് കൊള്ളാലോടാ. താങ്ക് യു മാം. എല്ലാം മാം കാരണമാ. അതെ, എനിക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്തിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരാം. കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നാ ഞാൻ പോട്ടെ? ഒരു കുഴപ്പമില്ല, നീ പോരെ. ഓക്കെ മാം, ബൈ. Bye. താങ്ക് യു. ഇതെന്താടി ഇത്? എന്താന്ന് വെച്ചാ? നീ എന്തിനാ ചെക്കനെ കെട്ടിപ്പിടിച്ചത്? അവൻ എന്റെ സ്റ്റുഡന്റ് അല്ലേ? അതിനെ കെട്ടിപ്പിടിക്കുന്ന എന്തിനാ? നീ എന്തിനാ ഇങ്ങനെ ഇൻസെക്യൂർ ആവുന്നേ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എപ്പോ നോക്കിയാലും അവനെന്റെ മധുവിന്റെ പിന്നാലെ തന്നെയായിരുന്നു. അവളുടെ പുറകെ ഇങ്ങനെ നടക്കും. എന്നിട്ട് അവളോട് പറ്റി നിന്ന് അവൻ സംസാരിക്കത്തേ പോലുള്ളൂ. എനിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. നിന്റെ വൃത്തികെട്ട മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് ഒരു പാവം പയ്യനെ കൊന്നല്ലേ? റോണക്കിന്റെ ബോഡി എവിടെയാണെന്ന് ഒരു ജ്യോതിക്ക് പറടാ. മധു, നിന്റെ വണ്ടിയുടെ താക്കോലെന്ന് വന്നേ. ഇതെന്തിനപ്പോ താക്കോല്? നമ്മുടെ കല്യാണത്തിന് കുറച്ച് പൈസ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതിപ്പോഴോ? ആ, ഒരു കാര്യമുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നീ താക്കോല് താ. ഹോളിലിരിപ്പുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റോണക് എവിടേക്ക് പോകുന്നു, എപ്പോൾ പോകുന്നു എന്നുള്ള കാര്യം താൻ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ശിവം പോലീസിനോട് പറഞ്ഞു. ഒരവസരം കിട്ടിയപ്പോൾ അവൻ റോണക്കിനെ പോയി കണ്ട് എന്തോ ഒരാവശ്യം പറഞ്ഞ് അവനെ ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ആ പാവത്തിനെ അവൻ കൊന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മനസ്സിലായ മറ്റൊരു കാര്യം, ശിവം ഈ കിഡ്നാപ്പിനെ പറ്റി ആദ്യം മധുവിനോട് മറച്ചെങ്കിലും പിന്നീടത് അയാൾ മധുവിനോട് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ റോണക്കിനെ കൊന്നിട്ടുണ്ടായിരുന്നു. പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ശിവം ആ കത്ത് മുസ്ലിങ്ങളുടെ പോലെ എഴുതിയത്. എന്നിട്ട് മധുവിന്റെ സഹായത്തോടെ കേസിന്റെ വഴി തിരിച്ചുവിടാൻ നോക്കി. ഇനി നീയും നിന്റെ മധുവും പോയി അകത്ത് കിടന്നോ? റോണക്കിനെ കൊന്നതിനും കിഡ്നാപ്പ് ചെയ്തതിനും തെളിവ് നശിപ്പിക്കാൻ നോക്കിയതിനും. ഈ കഥയിലൂടെ നിങ്ങൾ കണ്ടത് അസൂയ എന്ന വികാരത്തിലൂടെ ഒരു കൊലപാതകം നടന്നത് എങ്ങനെയാണെന്നാണ്. ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട പറയുന്നു. വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. നിങ്ങൾ സുരക്ഷിതരായിരിക്കുക, ജാഗരൂകരായിരിക്കുക. ക്രൈം ചക്ര കണ്ടുകൊണ്ടേയിരിക്കുക. ജയ് ഹിന്ദ്.